പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കുർബാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കൾ ഇന്ന് അഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവി സമയത്തിൻ്റെ അധികാരി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ് അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം യാത്ര ചെല്ലുന്നുവോ, ഏതെല്ലാം പരീക്ഷ എഴുതുന്നുവോ, ഏതെല്ലാം പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നുവോ, ഓരോ വിഷയത്തിനും മനസ്സ് ബന്ധു നേറിക്കൊണ്ട് കാത്തിരിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും കർത്താവേ, അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് കിട്ടാനും അവർക്ക് അനുഭവവേദ്യമാക്കാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന കരാറുകൾ, ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഓരോ സ്ഥലവും ഓരോ വിഷയത്തെ നീ ആസ്പദമായിക്കൊണ്ട് അതിനെ അധികരിച്ചുകൊണ്ട് ഓരോ വിഷയത്തിൻ്റെ മേലും നീ ആഗ്രഹം അവലംബിച്ചുകൊണ്ട് അത് ഓരോ ഡേറ്റും ഓരോ നീ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വരവ്, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില ഓഫറുകൾ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില തീയതികൾ എല്ലാം എൻ്റെ ദൈവവേദനെ നിനക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിനെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു കർത്താവിന് കാൽക്കീഴിലാക്കുന്നു. കർത്താവെ, രോഗികൾ, പീഡിതര്, കുടുംബസമാധാനം ഇല്ലാത്തവര്, വിദേശ യാത്ര ചെയ്യുന്നവര്, കർത്താവെ, അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉപരി പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും അവരുടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചെന്നെത്തേണ്ട ഇടത്ത് അവരെ എത്തിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. രാമപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വരെ നീക്കുവാമേ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി പരിഗണിക്കുന്നത് ഉടമ്പടി മൂലം നമ്മൾ കൈവരിച്ച വിശ്വസ്തത, ആത്മബന്ധം, ഇതൊക്കെയാണ് ഉടമ്പടി നമ്മളെ ദൈവം ഓർക്കാൻ ഇടയാക്കണത്. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പഴയ നിയമമല്ലേ. കീർത്തനം 74:20 അങ്ങയുടെ ഉടമ്പടിയെ പരിഗണിക്കണമേ. അങ്ങയുടെ ഉടമ്പടിയെ പരിഗണിക്കണമേ.
പഴയത് ദൈവം ഇങ്ങോട്ട് വന്ന് എടുത്ത ഉടമ്പടിയായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോടത്. ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഉടമ്പടി അനുസ്മരിക്കണമേ എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങോട്ട് എടുത്തിരിക്കുന്ന ഉടമ്പടിയാണ്. അപ്പോൾ അത് അനുസ്മരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഉടമ്പടി നമുക്ക് നൽകുന്ന ആത്മീയമായ ഒരു ജീവിതമുണ്ട്, ഒരു ദൈവത്തോടൊരു ആത്മബന്ധമുണ്ട്. അപ്പോൾ അത് ദൈവത്തിന് പ്രൂവൻ ഫാക്റ്റ് ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള ഇത് കാണുമ്പോൾ ദൈവത്തിന് തോന്നണം നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഉടമ്പടിയിൽ സത്യസന്ധമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ് നമ്മളെന്ന് തോന്നണം. എൻ്റെ മക്കളെ ഏറ്റവും വലുത് അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഒരിക്കലും ദൈവം ഒരാൾ പരിശോധിച്ച് കണ്ടെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഒരാളെ വിശ്വസ്തനായിട്ട് കണ്ടെത്തിയാൽ പിന്നെ അവൻ്റെ വിശ്വസ്തയും വിശുദ്ധിയും ഒക്കെ ദൈവം തന്നെ സംരക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും. അവർ ഈ മനുഷ്യൻ എന്ന രീതിയിൽ എന്തെങ്കിലും ചാബല്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും അശ്രദ്ധയോ ഉണ്ടെങ്കിൽ ദൈവം അതിൽ വീഴിക്കാതെ ദൈവം കൊണ്ടുപോകും. അപ്പം അതാണ് എൻ്റെ പരിശുദ്ധനെന്ന് പറയണത്. എൻ്റെ പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. ബൈബിളിലെ ഏറ്റവും രസകരമായ വാക്കാണ്. സങ്കീർത്തനങ്ങൾ 16:10. സങ്കീർത്തനം 16:10. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കത്തില്ല. അപ്പോൾ നീ തകർന്നു പോകാനോ തരിപ്പണമാകാനോ ദൈവം അനുവദിക്കത്തില്ല. ആരാണ് നീ? ദൈവത്തിൻ്റെ പരിശുദ്ധൻ. അത് പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉടമ്പടിയോട് വിശ്വസ്ത പാലിക്കുന്നവൻ. ഉടമ്പടി വിശ്വസ്ത പാലിക്കുന്നവൻ. നീ അവരെനിക്ക് കെണികൾ വെച്ചു, ഞാൻ ഇടത്തോട്ട് തിരിഞ്ഞു നോക്കി, ഇനി അറിയുന്നവരാരുമില്ലെന്ന് പറഞ്ഞില്ലേ? കെണികൾ വെക്കാൻ പോലും ദൈവം അനുവദിക്കത്തില്ല. ക്രിസ്തുവിന് അസൈൻ ചെയ്ത് കൊടുത്തിട്ട് വിക്കേരിയസ് സഫറിങ്സിൻ്റെ ഭാഗമായിട്ടുള്ള രോഗരക്ഷാർത്ഥമായിട്ടുള്ള അവിടുത്തെ പീഡകളിലൂടെ അവരുടെ മുറിവുകളിലൂടെ നമ്മുടെ പാപങ്ങൾ പരിഹാരം ഉണ്ടാകുന്ന ഒരു സുവിശേഷ റിഡംപ്റ്റീവ് പാക്കേജാണ്. അതല്ല ഞാൻ പറയണത്. മറിച്ച് നമ്മൾ തന്നെ കർത്താവിൻ്റെ വിശ്വസ്തനായി നിന്നാൽ വിശ്വസ്തന് വീഴ്ചയില്ല. വീഴ്ച വന്നാൽ കർത്താവ് താങ്ങും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇപ്പം കൗൺസിലർ ടോട്ടലി റിഫ്യൂസ് ചെയ്തു. അവർ പറഞ്ഞു സാധ്യമല്ല, കാരണം നാഷണൽ വിസ സെൻറ്ററിൽ നിന്ന് പേരെഴുതപ്പെടാത്ത ഒരാളുടെയും ഇൻ്റർവ്യൂവിന് വിളിക്കുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല, അതുകൊണ്ട് ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി തന്നെ ഞങ്ങൾക്ക് എനിക്ക് ടെൻഷനായി. എന്നാൽ പിന്നെ ഇനി ഒരാളെ മാത്രമാക്കി ഇവിടെ നാട്ടിൽ നിർത്തിയിട്ട് പോകുന്നതിൽ അർത്ഥമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് അവർ സർട്ടിഫിക്കറ്റൊക്കെ തിരിച്ചു തന്നു. അക്കൂട്ടത്തിൽ എൻ്റെ പാസ്പോർട്ട് അവർ ചോദ്യം ചോദിച്ചു, ഞാനന്ന് കൊറോണയുടെ വാക്സിൻ ഏതാ എടുത്തതെന്ന്. അപ്പം ഞാനെടുത്തത് അസ്ട്രാസെനിക്കയാണ്, പക്ഷേ എൻ്റെ മെഡിക്കൽ സെൻറ്ററുകാർ ഫൈസറാണ് എഴുതിയിരുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ വിസയും ക്യാൻസലല്ല റിജക്റ്റായി. അത് കറക്റ്റ് ചെയ്തതിന് ശേഷം തിരിച്ചു വരാൻ പറഞ്ഞ് വിട്ടു. അപ്പോൾ അതിൻ്റെ കൂടെ സർട്ടിഫിക്കറ്റുകളും പാസ്പോർട്ടും ഒക്കെ എടുക്കുന്ന കൂട്ടത്തിൽ ഞാനിതെല്ലാം
എല്ലാം എടുത്തുകൊണ്ട് പോന്നു. അപ്പം തിരിച്ച് വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞാണ് ഞാനെല്ലാം ചെക്ക് ചെയ്തത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞങ്ങളുടെ പാസ്പോർട്ട് തിരിച്ചു തന്നെന്ന്. അപ്പോൾ പിന്നെ ഇനി പോവണ്ടെന്ന് നിനക്ക് തീരുമാനിച്ചു. പക്ഷേ വീണ്ടും എന്തോ ഒരു പ്രചോദനം, പോവണം, ഇത്രയാക്കിയതല്ലേ. അങ്ങനെ ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു പാസ്പോർട്ട് അറിയാതെ കൊണ്ടുവന്നെന്നാണ് കരുതിയത്. എന്നിട്ട് അത് പറഞ്ഞു അറിയാതെയല്ല, ഞങ്ങൾ തന്നതാണ്. അപ്പോൾ വീണ്ടും ഞങ്ങൾ ചോദിച്ചു മൂത്തയാളുടെ വിസയും കൂടി നടത്തുമോ. അവൾ ഓൾറെഡി നേരത്തെ അവിടെ ഞങ്ങളുടെ അപ്രൂവൽ വന്നതായിരുന്നു 2007. അവർ പറഞ്ഞത് സാധിക്കുന്ന കാര്യമല്ല, അത് നടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ ആകെ കൺഫ്യൂഷനായി. ഏകദേശം ഒരു 9 ദിവസത്തോളം ഞങ്ങൾ പലതരത്തിൽ ഞങ്ങൾ അന്വേഷിച്ചു ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് അവിടെയും കൂടി കൊണ്ടുപോകാൻ പറ്റുമെന്ന്. ഞങ്ങളെ റിലേറ്റീവ്സ് യൂസിലുണ്ടായിരുന്നു, അവരെല്ലാം വക്കീൽ ത്രൂ ഒക്കെ അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, വക്കീൽമാരെല്ലാം പറഞ്ഞു ഒരിക്കലും നടക്കില്ല. അപ്പം അങ്ങനെ 9 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനും ഇളയ മോളും കൂടി തീരുമാനമെടുത്തു നമുക്കും പോകണ്ടെന്ന്. അപ്പോൾ അവൾ സമ്മതിക്കുന്നില്ല, നിങ്ങൾക്ക് വന്നത് നിങ്ങൾ കളയണ്ട, എന്തായാലും ഇത്രയും കാലം കാത്തിരുന്ന് കിട്ടിയതല്ലേ, പോവുക എന്ന്. അങ്ങനെ രാത്രിയിൽ അവൾ പറഞ്ഞു ഞാനും എന്നാൽ ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു. രാത്രി ഒരു 10:30 ഉടമ്പടി എടുത്തു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ജോലിയിലിരിക്കുമ്പം ഞാൻ എൻ്റെ മെയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഏതാണ്ട് 12 മണിക്കൂറിനുള്ളിൽ ഒരു മെയിൽ വന്നിരിക്കുവാണ്. നിങ്ങളുടെ മൂത്ത മകളും നിങ്ങളോടൊപ്പം ഗ്രീൻ കാർഡ് വിസയ്ക്ക് യോഗ്യത നേടിയിരിക്കുന്നു, എത്രയും പെട്ടെന്ന് അവളുടെ മെഡിക്കൽ ചെയ്യുക, വേഗം വന്ന് വിസ അടിക്കാൻ പറഞ്ഞു. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. കാരണം ഒരു തരത്തിലും സാധ്യമല്ലാന്ന് എല്ലാവരും എഴുതി തള്ളിയ കാര്യം. എങ്ങനെ 12 മണിക്കൂറിനുള്ളിൽ എന്താ, ഒരു രാത്രിയാണത്, ഒരു രാത്രി കൊണ്ട് എന്താ അത്ഭുതം നടന്നെന്ന് അറിയത്തില്ല. പിന്നെ അവർ തന്നെ ഇനിഷ്യേറ്റ് ചെയ്യുന്നതല്ല. അതിനെ കൗൺസിലർ തന്നെ മെഡിക്കൽ സെൻറ്റർ വിളിച്ച് പറയുന്നു, ഞങ്ങളെ പെട്ടെന്ന് വിളിക്കുന്നു. ഞങ്ങളോട് പറഞ്ഞു 3 പേരുടെയും കൂടി പാസ്പോർട്ട് അവൾ തന്നെ കൊണ്ടുവന്നാൽ മതി, നിങ്ങളാരും വരണ്ട. അങ്ങനെ അവൾ ഞങ്ങളുടെ 3 പേരുടെയും പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. പിറ്റേ ദിവസം തന്നെ ഞങ്ങളുടെ വിസ അടിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടിയിൽ ഇങ്ങനെ എഴുതിയായിരുന്നു, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് എഴുതിയതല്ല, വെറുതെ എഴുതിപ്പോയതാണ്. എങ്ങനെയാണോ എഴുതിയതാണ്. ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുമിച്ച് വിസ അടിക്കണം, 3 പേർക്ക് ഒരുമിച്ച് യൂസിന് പോവുകയാണെങ്കിൽ, അങ്ങനെ ഞാൻ എഴുതിയിരുന്നു. അതനുസരിച്ച് 3 പേരുടെയും ഒരുമിച്ച് വിസ അടിച്ചു. അതുകൊണ്ടാണ് ആദ്യത്തെ ഞങ്ങളുടെ പാസ്പോർട്ട് റിജക്റ്റായി തിരിച്ചു തന്നത്. ഇതിൻ്റെയൊക്കെ ദൈവിക പദ്ധതി പിന്നീടാണ് മനസ്സിലാകുന്നത്. പിന്നെ ഒരുമിച്ച് പോകുക എന്നുള്ളതും തീർത്തും അസാധ്യമായിരുന്നു. കാരണം ഞാൻ ഏജൻസി ത്രൂ ആണ് പോകുന്നത്. അതുകൊണ്ട് എൻ്റെ ഏജൻസി പറഞ്ഞു പിള്ളേരെ ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റില്ല, 3 മാസം കഴിഞ്ഞേ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 3 പേരും ഒരുമിച്ച് പോകുക എന്നുള്ളത് അത് നടക്കില്ലാത്ത കാര്യമാണ്. പക്ഷേ പെട്ടെന്നെന്തോ അതും ശരിയായി. ഞങ്ങളുടെ റിലേറ്റീവ്സ് പറഞ്ഞു പിള്ളേരെ അവിടെ നിർത്തിക്കോളാം, ഏജൻസിയിലേക്ക് ഞാൻ ട്രെയിനിങ്ങിന് പോയാൽ മതി എന്ന് പറഞ്ഞു. അതിനവർ സമ്മതം തന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ച് 2022 ജനുവരി 5-ാം തീയതി ഞങ്ങൾ ഒരുമിച്ച് യൂസിലേക്ക് കയറിപ്പോയി. ഇതിനിടയിൽ ഞങ്ങൾ ഈ 10 ദിവസത്തെ ഒരു സമയമുണ്ടായിരുന്നു, ഇത് റിജക്റ്റായ സമയം. അത് അവിടെ ആ 10 ദിവസവും വലിയ ദൈവാനുഭവത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു അഭിഭാഷക നിങ്ങൾക്ക് വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥടയ്ക്കുന്നു എന്നുള്ളതായിരുന്നു എനിക്ക് കിട്ടിയ ഒരു ദിവസവും. രാവിലെ എൻ്റെ മനസ്സിലത് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അതായത് സാധ്യമല്ലാന്ന് എല്ലാവരും പറയുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഒരു അഭിഭാഷക മധ്യസ്ഥണയ്ക്കുന്നുണ്ടെന്ന്, വാദിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്, മധ്യസ്ഥണയ്ക്കുന്നതല്ല. അപ്പം ഞാൻ വിചാരിച്ചു അഭിഭാഷക എന്നുള്ള വാക്കൊന്നും അന്നേരം ഞാൻ മാതാവിനെക്കുറിച്ച് ഓർത്തിട്ടില്ല. അപ്പം പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ മാതാവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥനിച്ച് ഈ കാര്യം നടത്തി തന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിനൊരു അടയാളമായിട്ട് ഞാൻ റിസിഗ്നേഷൻ കൊടുക്കാൻ പ്ലാൻ ചെയ്ത് പോയതല്ല. ഡിസംബർ 7-ാം തീയതി മാതാവിയോട് പ്രത്യക്ഷപ്പെട്ട ദിവസം തന്നെ എനിക്ക് അവിടെ റിസൈൻ ചെയ്യാനുള്ളൊരു കൃപ കിട്ടി. അത് ഞാൻ അന്ന് ചെയ്യാനിരുന്നതല്ല, പക്ഷേ വെറുതെ ചോദിക്കാൻ വേണ്ടി പോയ ദിവസം തന്നെ റിസൈൻ ചെയ്തോളൂ, 3 മാസത്തെ പീരീഡ് വേണ്ട, നിന്നെ 67 ദിവസം മുമ്പ് തന്നെ നിന്നെ വേറെ പെട്ടെന്ന് 1 മാസത്തിനുള്ളിൽ തന്നെ റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് മാതാവിൻ്റെ മധ്യസ്ഥയിൽ നടന്ന വലിയൊരു അനുഭവമായിരുന്നു. മാത്രമല്ല എനിക്ക് ഇതേ തുടർന്ന് എപ്പോഴും ഒരു മാതാവിൻ്റെ ഒരു സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എവിടെ പോയാലും ഞാൻ ഒറ്റയ്ക്കല്ല, മാതാവ് കൂടെ വന്ന് എല്ലാം പെട്ടെന്ന് പിന്നെ ചെയ്യുന്നത്. വളരെ സ്പീഡായിരുന്നു പിന്നത്തെ കാര്യങ്ങളെല്ലാം. പിന്നെ ഞാൻ ഓർത്തു ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തതുകൊണ്ട് വേറൊരു കാര്യം, ഈ കാരുണ്യ പ്രവൃത്തികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ അവിടെയാണ്, എനിക്ക് പത്രം വിതരണം ചെയ്യാൻ പറ്റുന്നില്ല, മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എനിക്ക് ഈശോ പറഞ്ഞു കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത് ഒരു ഭൗതിക തലത്തിലുള്ള കാര്യം മാത്രമല്ല, അത് ആധ്യാത്മിക തലത്തിൽ നിന്നുകൊണ്ട് എവിടെയായിരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അങ്ങനെ കുറേ ആധ്യാത്മികമായ കുറേ ദിവ്യ രഹസ്യങ്ങൾ മനസ്സിലാക്കി തന്നുകൊണ്ട് ആ കാലഘട്ടത്തിൽ ആത്മീയമായി വളർത്തിയെന്ന് പറഞ്ഞാൽ മതി. അപ്പം ഒരു കാരാഗ്രഹവാസം എന്ന് പറയുന്നത് ഒരു കാരാഗ്രഹത്തിൽ പോയി ഒരു രോഗിയെ ഒരു കാരാഗ്രഹവാസിയെ കാണുക എന്നുള്ളതല്ല,
നമ്മളെല്ലാവരും പലതരത്തിലുള്ള കാരാഗ്രഹവാസം അനുഭവിക്കുന്നവരാണ്. പാപത്തിൻ്റെ ബന്ധനത്തിൻ്റെയൊക്കെ അവസ്ഥകളിൽ കഴിയുന്നവർ. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാൻ എവിടെ ഇരുന്നാലും സാധിക്കും. അത് ലോകത്തിൻ്റെ ഏത് കോർണറിലിരുന്ന് നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്കെല്ലാം എവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുമെന്നൊക്കെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നുകൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യം കൂടി നടന്നു. ഞാൻ 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ് എഴുതിയ സംഗതികൾ എൻ്റെ ഇത് എഴുതിക്കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ അതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ്. ആദ്യമേ എഴുതിയതല്ല, 3ാമത് എഴുതിയത് ആദ്യം നടക്കട്ടെ, അത് കഴിഞ്ഞ് ഇതിൻ്റെ അറേഞ്ച്മെൻ്റ് ഒന്ന് മാറ്റി തന്നു. ഞാനും വിചാരിച്ചു ഇതെന്തൊരു കഥ എങ്ങനെയൊക്കെ. ആദ്യം ഞങ്ങൾ മോളുടെ പേര് ആഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് വരണം, വിസ അടിക്കണം, ഒരുമിച്ച് പോകണം, ഇതൊക്കെയാണ്. അതൊക്കെ മാറ്റിയിട്ട് ആദ്യമേ ഞാൻ മൂന്നാമത് എഴുതിയത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തരണമെന്നായിരുന്നു. ഞങ്ങൾക്ക് ആധ്യാത്മികമായുള്ള ഒരു വളർച്ച, അതായിരുന്നു കൂടുതൽ ആഗ്രഹിച്ചത്. പക്ഷേ ഈശോ പറഞ്ഞു അതാണ് ആദ്യം നേടേണ്ടത്, അതിനുശേഷം മതി ഭൗതിക കാര്യങ്ങൾ. അങ്ങനെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്, അതിനായിരുന്നു ഈ 10 ദിവസം എനിക്ക് ഞങ്ങൾക്കുള്ള ആ സ്ട്രഗിൾ ചെയ്ത 10 ദിവസങ്ങൾ. അത് ശരിക്കും അഭിഷേകത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. അതിനുവേണ്ടി നന്നായി പ്രാർത്ഥിക്കാനും നന്നായി ഒരുങ്ങാനും അത് കാരണം സാധിച്ചു. തുടർന്ന് മാതാവിൻ്റെ വലിയൊരു അനുഭവത്തോടു കൂടിയാണ് ഞാൻ ആ ദേശത്തേക്ക് കടന്നു പോയത്. അവിടെ ചെന്ന് അവിടുത്തെ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ എപ്പോഴും എനിക്ക് പഴയ പോലെയല്ല, ജോലിയിൽ എപ്പോഴും മാതാവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. അപ്പം അതെനിക്കറിയാം, ചെല്ലുമ്പം എന്തുമാത്രം വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഏറ്റെടുക്കേണ്ടി വരുന്നത്. പക്ഷേ തിരിച്ചു വരുമ്പോൾ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ടാണ് പോരുന്നത്. കാരണം അത്രയും സ്ട്രഗിൾ ആണെങ്കിലും മാതാവ് കൂടെ നടന്ന് എല്ലാം വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ എന്നെ സഹായിച്ചു. അങ്ങനെ ദൈവനാമത്തിന് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, ഞാൻ ഇവിടെ ഒന്നും ഡ്രൈവ് ചെയ്യുന്ന വ്യക്തിയല്ല. അവിടെ ചെന്ന് ഈ മാതാവിൻ്റെ മധ്യസ്ഥയിൽ തന്നെ, കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥയിൽ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. ആദ്യമേ തന്നെ എനിക്ക് ലൈസൻസ് കിട്ടി. ജില്ലയിലെ അഞ്ചലിൽ നിന്ന് വരികയാണ്. ഞാനൊരു സ്റ്റാഫ് നേഴ്സായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഞാൻ UK പോകാൻ വേണ്ടി ഞാൻ മാർച്ച് 8-ാം തീയതി കിംസിൽ പോയി മെഡിക്കൽ ചെക്കപ്പ് ചെയ്തപ്പോൾ എക്സ്റേയിൽ TBയുടേതായ ചെറിയൊരു സിംറ്റംസ് അവർ പറഞ്ഞു. അങ്ങനെ ഞാൻ മെഡിക്കലി അൺഫിറ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 9-ാം തീയതി ഞാൻ പള്ളിയിൽ പോയപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി എന്നോട് പറഞ്ഞു, കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് മുതലേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു മാതാവിനോട്. അങ്ങനെ 16-ാം തീയതി ഞാൻ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കുകയും അച്ഛൻ ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും, ആ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധാപൂർവം കേൾക്കുകയും, അങ്ങനെ മാർച്ച് 28-ാം തീയതി ഞാൻ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഒന്നുകൂടെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യിക്കുകയും ചെയ്തു. അപ്പോൾ ആ മെഡിക്കൽ ചെക്കപ്പിൽ എനിക്ക് മെഡിക്കലിന് പോയപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അച്ഛൻ എനിക്ക് തന്ന ആ ഉടമ്പടി തൈലവും കാശ് രൂപവും എൻ്റെ കയ്യിൽ ഞാൻ കൊണ്ടുപോവുകയും എക്സ്റേ എടുക്കാൻ പോയപ്പോൾ ഞാൻ ആ സവിശ്വാസ പ്രമാണം ചെല്ലുകയും ആ ഉടമ്പടി തൈലം ഞാൻ എൻ്റെ നെഞ്ചത്തിൽ കുരിശ് വരയ്ക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ എക്സ്റേ എടുത്തു. ഞാൻ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ കണ്ടു. അതിൽ എക്സ്റേയിൽ ഞാൻ നോർമലായിരുന്നു. മാർച്ച് 28-നാണ് ഞാൻ എക്സ്റേ എടുത്തത്. അതിനുശേഷം ഞാൻ ഇന്ന് ഞാൻ എൻ്റെ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി പോയതായിരുന്നു. അത് ഞാൻ ഭംഗിയായി തന്നെ നടത്തി. ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു പോകുന്ന വഴിക്ക്. അതിന് പോയതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ അതുപോലെ ഞാൻ അധികം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും അതുപോലെ തന്നെ അച്ഛൻ അതിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന്, പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും നമ്മളെക്കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എനിക്ക് ഇവിടുത്തെ ക്ലാസ്സുകൾ മൂലം ഞാൻ ചെയ്യുന്നതും ചെയ്യാത്തതുമായ പല കാര്യങ്ങളും എനിക്കിവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു. അത് ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇന്ന് വരെ ഒരു മുടക്കവും കൂടാതെ ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മോനാണെങ്കിൽ അലർജി, രാവിലെ എണീക്കുമ്പോൾ ഞാൻ എന്നും കേൾക്കുന്നത് തുമ്മുന്ന ഒരു സൗണ്ടാണ്. പക്ഷേ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് രാവിലെ ഞാൻ ആ രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ അവന് എന്നും ഉറങ്ങുകയാണെങ്കിലും ഞാൻ ആ ഉടമ്പടി തൈലം അവൻ്റെ നെറ്റിയിൽ എപ്പോഴും കുരിശ് വരച്ച് കൊടുക്കാറുണ്ട്. അതിനുശേഷം ഞാൻ ഇന്ന് വരെ അവൻ തുമ്മുന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സ്തുതിയായിരിക്കട്ടെ. ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി ദൈവം ഞങ്ങൾക്കൊരു അവസരം തന്നതിനെ ഓർത്ത് നന്ദി പറയുകയാണ്.
എൻ്റെ ഹസ്ബൻഡിനെ പറ്റിയാണ് ഒരു സാക്ഷ്യം പറയാനുള്ളത്. ഞങ്ങൾ യു എയിലാണ് വരുന്നത്. ഇപ്പോൾ താമസിക്കുന്ന മണ്ണഞ്ചേരിയിലാണ്. ഹസ്ബൻഡ് ഞാൻ 2019 വന്ന് ഇവിടുന്ന് ഉടമ്പടി എടുത്തിരുന്നു. ഹസ്ബൻഡ് 2020 വന്ന് ഉടമ്പടി എടുത്തിരുന്നു. ആ പോയ സമയത്താണ് തിരിച്ച് ദുബൈയിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഹസ്ബൻഡിനെതിരായിട്ട് പഴയ വീടിൻ്റെ ഓണർ കേസ് കൊടുത്തിരിക്കുന്നതെന്ന്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലായിരുന്നു. അപ്പം ഞങ്ങൾ നിരന്തരം ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ യൂട്യൂബിലെ പ്രോഗ്രാംസ് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു, അവർ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ പ്രാർത്ഥന ഞങ്ങൾ നിർത്താതെ ചൊല്ലുന്നുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഡിസംബറിൽ എൻ്റെ മോൻ ഇവിടെ വന്നിട്ട് അച്ഛനെ കണ്ടു. അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു ആ മധ്യസ്ഥീകരണ പ്രാർത്ഥന 75 ദിവസം ചൊല്ലാൻ പറഞ്ഞു. ഞങ്ങൾ കണ്ടിന്യൂസ് നിർത്താതെ 75 ഡേയ്സ് ചൊല്ലി. ആ ചൊല്ലുന്ന സമയത്ത് തന്നെ ഒരു മൂവ്മെൻറ്റ്സൊക്കെ അവിടെ നടന്നു. അത് കഴിഞ്ഞിട്ട് 90 ഡേയ്സ് ആയപ്പം കംപ്ലീറ്റായിട്ട് ആ കേസിൻ്റെ നിന്ന് ഞങ്ങൾക്കൊരു വിടുതൽ കിട്ടി. ഞങ്ങൾ പിന്നെയും നാട്ടിൽ ഇവിടെ എയർപോർട്ടിൽ വന്നിട്ട്